മീരയുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അവസരം ഏതായിരിക്കും ഓർമ്മ വരുന്നത്? നമ്മളൊരു ലൊക്കേഷൻ നമുക്ക് എപ്പോഴും ആ മെമ്മറി ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ മനസ്സിൽ, അങ്ങനെ ഓർക്കാൻ പറ്റിയ ഒരു മെമ്മറി എന്തായിരിക്കും? എനിക്ക് മോസ്റ്റ്ലി സത്യനന്ദിക്കാടിന്റെ സെറ്റാ മറക്കാൻ പറ്റില്ല. അതെന്റെ സെല്ലിലൊക്കെ അങ്ങ് തറച്ചുള്ളിൽ പോയേക്ക്. ലൈക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ഒരു കുളിർമയും അതൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സത്യനങ്ങളുടെ സെറ്റിനെ പറ്റി പറയും. അവിടെ എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. നമുക്കൊരു വീഴ്ച സർട്ടൻ എക്സ്റ്റെന്റ് ഞങ്ങളുടെ പാടത്ത് ക്വീൻ എലിസബത്തിന്റെ സെറ്റും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു കൂട്ടായ്മ അത്തരം ഒരു കുടുംബത്തിൽ, സത്യൻ ചേട്ടന്റെ കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിലേക്ക് വന്ന ഒരു ഫീലാണ് ഇവിടെ എത്തിയപ്പോൾ. വളരെ റേറാ സത്യനന്ദിക്കാടിനെ പോലുള്ള ഒരു സംവിധായകൻ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതിൽ എത്രയോ സക്സസ്ഫുൾ ഫിലിംസ് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, പുള്ളിയുടെ വർക്കിംഗ് സ്റ്റൈലും അതൊരു അദ്ദേഹം മാത്രം അല്ല, അദ്ദേഹത്തിനോടൊക്കെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയത് മഹാഭാഗ്യം. അല്ല, ആ ഭാഗ്യമാണ് ഇവിടെ വരെ എത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും എന്തോ അന്നും ഇന്നും മീര ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അവരെന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, അവരുടെ ഹ്യൂമിലിറ്റി പഠിക്കാനുണ്ട്, അവരുടെ വളരെ സിംപ്ലിസിറ്റി, ഒന്നും ഇല്ലാത്ത ജാടയൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ. ഞാൻ ചോദിച്ചു വന്നത്, മീരയ്ക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുന്നു, മീരയ്ക്ക് ആദ്യം വിളിക്കാമെന്ന് തോന്നുന്ന ഒരാള് സത്യൻ ചേട്ടനൊക്കെ അല്ലേ? സത്യനങ്ങളോട് എന്തും പറയാം. അല്ല, സത്യൻ ചേട്ടനോടാണ് പറയാൻ എപ്പോഴും എളുപ്പം നമുക്ക് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാലും എപ്പോഴും വിളിച്ച് പറയാൻ. അതെ അതെ, നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മറുപടിയും കിട്ടും, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മറുപടി കിട്ടും. നമുക്ക് സിനിമകൾ വേണമെന്ന് ചിന്തിക്കുന്നു നമ്മൾ, പല സിനിമകളും. ഇനിയിപ്പം മീര സജീവമാണ് മലയാള സിനിമയിൽ, എല്ലാ സിനിമയും സജീവമാണ്. മലയാളത്തിൽ ഇനി മീരയെ ഞങ്ങൾക്ക് വേണം, പ്രേക്ഷകർക്ക് വേണം, നല്ല നല്ല സബ്ജക്റ്റുകൾ കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇനി ചെയ്യണമെന്ന്. മീര ഒത്തിരി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. മീരയ്ക്ക് അത് കഴിഞ്ഞ് കുറെ ആൾ മലയാളത്തിൽ മാറിയിരുന്നു, മറ്റു സിനിമകളൊക്കെ മാറിയിരുന്നു. ഇനി എനിക്ക് ചെയ്യണമെന്ന് ഒരു കഥാപാത്രം മീരയുടെ മനസ്സിൽ ഏതായിരിക്കും ഉള്ളത്? എല്ലാം. ഈ ലോകത്തില് കഥാപാത്രങ്ങൾക്ക് പഞ്ഞമില്ല അല്ലേ? കഥാപാത്രങ്ങളുടെ ബഹളമല്ലേ ഫുൾ. നമ്മളൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ്. നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ, ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് അതിനൊരു പഞ്ഞില്ല. അപ്പൊ എന്തും ചെയ്യാൻ പറ്റണം. അത് പ്രത്യേകിച്ച് ഇന്ന ഈ റോള് അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു നെവർ എൻഡിങ് ആണ്. ഇപ്പോഴും ഒത്തിരി സിനിമകൾ കാണുന്നുണ്ടല്ലോ, മലയാള സിനിമകൾ കണ്ടുപോകുന്നുണ്ടല്ലോ. ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, പുതിയതായിട്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ. നമുക്ക് കണ്ടുവെച്ച സിനിമകളിൽ നിന്നും അവരുടെ അഭിനയം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള വളരെ നല്ല പെർഫോമൻസ്. അവരൊക്കെ കുറച്ചുകൂടെ നാച്ചുറൽ ആണ്, അവര് ബിഹേവ് ചെയ്യുവാണ്, ഡ്രാമ ഇല്ല, കുറഞ്ഞു. അപ്പൊ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു മാറ്റമാണ്. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.